ഹായ് ഫ്രണ്ട്സ്, റെസ്റ്റോറൻറ്റ് ക്രിയേഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ട്രാവൽ വ്ലോഗാണ്. യാത്രകളെ പ്രണയിക്കുന്ന നമുക്ക് കോഴിക്കോട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട്. ബാലുശ്ശേരിക്കടുത്തുള്ള തോണിക്കടവ് എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനൊരു സ്ഥലം കോഴിക്കോട് ഉണ്ടെന്നുള്ളത് കോഴിക്കോട്ടുകാർക്ക് തന്നെ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കോഴിക്കോട്ടുകാരനാണ്. നമുക്ക് ഈ സ്ഥലങ്ങൾ അടുത്താണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ആ സ്ഥലം ഒന്ന് കാണണം എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാലുശ്ശേരിയിൽ നിന്നും എസ്റ്റേറ്റ് മുക്കിലേക്ക് ആണ് എത്തേണ്ടത്. എസ്റ്റേറ്റ് മുക്കിൽ നിന്ന് ഇടത്തോട്ടേക്ക് ഉള്ളൊരു വഴിയിലേക്ക് കയറി ആ വഴിയാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ കാണുന്നതോടുകൂടി നിങ്ങളെയും കൂടെ ഈ സ്ഥലത്തെ പരിചയപ്പെടുത്താവുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ട്രാവൽ വ്ലോഗ് ചെയ്യുന്നത്. നല്ല മഴയൊക്കെ നനഞ്ഞു കിടക്കുന്ന റോഡാണ്. ഇരു സൈഡിലും നല്ല റബ്ബർ മരങ്ങൾ കൊണ്ട് നടന്നിട്ടുള്ള സൂപ്പറായിട്ടുള്ള കാലാവസ്ഥയോട് കൂടിയുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കല്ലാനോട് കുടിയേറ്റ സ്മരണയ്ക്ക് നിന്നിട്ടുള്ള ഒരു സ്മാരകം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മളിവിടെ മെയിൻ ലാൻഡ്മാർക്കാണ് ഇവിടെ വരുന്നത്. വയനാട്ടിലേക്കൊക്കെ പോകുന്ന വഴി നമുക്ക് നല്ല ചുരം പോലത്തെ വഴികളാണ്, വളഞ്ഞു പുളഞ്ഞുള്ള വളരെ ഒരുപാട് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കുറവാണ്. നമ്മൾ മെയിനായിട്ടുള്ള ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം കക്കയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഏരോമാർക്ക് കാണാം. അങ്ങോട്ടേക്കുള്ളതല്ല, നേരെ ഓപ്പോസിറ്റുള്ള ഡയറക്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. അവിടെ നിന്ന് താഴത്തേക്കുള്ള റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് നമുക്ക് തോണിക്കടവ് എന്നുള്ള ആ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരുപാടൊന്നും പോകാനില്ല, വളരെ കുറച്ചും കൂടി പോയാൽ മതി. ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. നേരെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു വയൽ പോലത്തെ ഒരു പുഴ പോലത്തെ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടത്. റൈറ്റിലേക്ക് തിരിയുക, നേരെ ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതിൻ്റെ താഴെയായിട്ട് ഒരു പുഴ പോലത്തെ ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒഴുകി വരുന്ന നല്ല കാട്ടരുവിൽ നിന്നൊക്കെ വരുന്ന നല്ല മലമുകളിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ അല്ലെങ്കിൽ ആയുർവേദ ജലം എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാം, നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാം, നല്ല കാലാവസ്ഥയാണ്. ഈ താഴത്തെത്തുമ്പോൾ തന്നെ ഈ മനോഹര ദൃശ്യം നമുക്ക് കണ്ണുകൾക്ക് കുളിർന്നു വരുന്നത്. ഇതിൽ ഒരു തവണ വന്നു കഴിഞ്ഞാൽ എന്തായാലും വീണ്ടും വീണ്ടും വരാൻ തോന്നും. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വരിക മാത്രം, വരിക, ചിലവാക്കുക, ആഘോഷിക്കുക, സന്തോഷിക്കുക, ഒരു തവണ നിങ്ങൾ എത്തിപ്പെടുക. എങ്ങനെയെങ്കിലും വഴിയൊക്കെ ചോദിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാൻ തോന്നും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കളിക്കാനും പാർക്ക് പോലത്തെ മനോഹരമായ നല്ല സ്ഥലങ്ങളാണ്. ഇവിടേക്ക് ഓടി കളിക്കാനൊക്കെ അത് വളരെ ഇഷ്ടപ്പെടും. ഫ്രണ്ട്സായിട്ട് വരാനും കപ്പിൾസായിട്ട് വരാനൊക്കെ സൂപ്പറായുള്ള സ്ഥലമാണ്. അപ്പം ഈ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരുന്നതിന് യാതൊരുവിധ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങോട്ടുള്ള യാത്രാ ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന വഴിക്കൊക്കെ നല്ല നല്ല ഹോട്ടലുകളൊക്കെ ഉണ്ട്, ഭക്ഷണമൊക്കെ കഴിക്കാം. നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ ഫീസ് വാങ്ങിയിട്ടുള്ള സ്ഥലമാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഫീസ് വാങ്ങിയിട്ടുള്ള സ്ഥലമാണ്. അല്ലാതെ നിങ്ങൾക്ക് റോഡ് സൈഡിലൊക്കെ നിർത്തിയിടാം. പക്ഷേ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ആണ് കാണുന്നത് ഇത്രയും ജനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം അത്രയും വാഹനങ്ങൾ ആ പാർക്കിംഗ് ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ നല്ല ആളുണ്ടെന്ന് മനസ്സിലായി ഇവിടെ. നമ്മൾ സൈഡാക്കി അപ്പോൾ അവധി ദിവസം തന്നെ ആയതുകൊണ്ട് ഇവിടെ വന്ന് തിരക്കുന്നുണ്ട്. ആ സൈഡിലൊക്കെ വെള്ളം ഒഴുകി പോകുന്ന വെള്ളച്ചാട്ടുള്ള സ്ഥലമാണ്. അവിടെ ഇറങ്ങി കുളിക്കുക, നല്ല അടിപൊളി സ്ഥലമാണ്. കുട്ടികൾക്കായാലും കുട്ടികളായാലൊക്കെ വെള്ളത്തിലിറങ്ങാം. ഒഴുക്കുള്ള ഭാഗത്തിൽ പോകുന്നത് നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഈ സ്ഥലം വരുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ്. ആ ഒരു സ്ഥലത്തിന് കുറച്ച് മുകളിലേക്ക് പോയിട്ടുള്ള സ്ഥലമാണ്.
അവിടെ പ്രത്യേകിച്ച് തിരക്കൊന്നുമില്ല. അത് ചിലപ്പോൾ ആൾക്കറിയില്ല എന്ന് തോന്നുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ അതിൽ കാണുന്നുള്ളൂ. നമുക്കൊരു മുട്ടിനൊക്കെ വെള്ളം തന്നെ ഉള്ളു. അവിടെ കുറച്ച് അരക്കായുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ കുളിക്കാൻ നല്ല ഒഴുക്കുള്ള നല്ല വെള്ളമാണ്. നല്ല അടിപൊളി ഉരുളൻകല്ലുകളൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി സ്ഥലമാണിത്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്, നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. മുകളിലെ ഡാമിൽ നിന്നും വെള്ളം തുറന്നിട്ടാണ് ഒഴുക്ക്. നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഒരു സ്ഥലത്ത് ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. മറ്റൊക്കെ വൻ തിരക്കാണ്. അപ്പോൾ ഇവിടെ നല്ല ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടേക്ക് വരിക, ഇവിടെ വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.